നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കോട്ടയം ജില്ലയുടെ ആഭിമുഖ്യത്തിലുള്ള സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കോട്ടയത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷം, നമ്മുടെ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തോട് അഭിമാനപൂർവ്വം ചേർന്ന് നിന്നുകൊണ്ട് അക്ഷരനഗരിയായ കോട്ടയത്തും സമുചിതമായി സ്വാതന്ത്ര്യദിനാഘോഷം ഇവിടെ നടക്കുകയാണ്. 80ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ നേരുകയാണ്. നമ്മുടെ രാജ്യം അഭിമാനകരമായ വളർച്ചയാണ് ഈ കാലഘട്ടത്തിൽ നേടിയിട്ടുള്ളത് എന്ന് രാജ്യത്തിൻ്റെ അഭിമാനത്തോടുകൂടി ഓരോ പൗരനും വിലയിരുത്തുവാൻ കഴിയും. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള രാജ്യത്തിൻ്റെ വളർച്ച ലോകശ്രദ്ധ നേടുന്ന വിധത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുവാൻ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന വിവിധ ഗവൺമെൻറ്റുകളും നമ്മുടെ രാജ്യത്തെ ജനതയും ഒരേ മനസ്സോടെ പടപൊരുതി എന്നുള്ളതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യമായി നമുക്ക് കാണുവാൻ കഴിയുക. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ പവിത്രമായ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ധീരോദാത്തമായ പോരാട്ടം നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്രയാണ് എന്ന് പരിശോധിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം. ലോകത്തെമ്പാടും യുദ്ധം പടർന്നു പിടിച്ചതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ, ലോകത്ത് സ്വൈര്യജീവിതം സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കേണ്ടി വരുന്ന ജനതയുടെ വിലാപങ്ങൾ, അതേ തുടർന്ന് കൊല ചെയ്യപ്പെടുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യജീവനുകൾ, ഇതെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുമ്പോഴാണ് ഇന്ത്യ എന്ന നമ്മുടെ അഭിമാനമുള്ള രാജ്യം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വവും വിലയും എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുക. ഇവിടെ ശാന്തമായി സമാധാനത്തോടെ സ്വൈര്യജീവിതം നയിക്കുവാൻ കഴിയുന്ന ഭാരതീയർക്ക് ഇന്ത്യൻ ജനത എന്ന നിലയിൽ നമ്മുടെ രാജ്യം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനവും സംഭാവനയും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാ രംഗത്തും സ്വാതന്ത്ര്യം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളുടെ ഭരണവ്യവസ്ഥയുടെ അടിത്തറയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണകൂടങ്ങൾ രാജ്യത്തും സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുമ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ വളർച്ചയാണ് രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്. ആ വളർച്ചയുടെ പാതയിൽ ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പട്ടിണിയില്ലാത്ത, പ്രയാസങ്ങളും വിഷമങ്ങളുമില്ലാത്ത ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിജ്ഞയെടുക്കാം. ഇന്ത്യയുടെ വളർച്ചയുടെ പാതയിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ മുൻനിരയിലേക്ക് വരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായ നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ ഈ വളർച്ചയുടെ പാതയിൽ ഇന്ത്യയിൽ ഏറ്റവും വികസിതമായ സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് കേരളവും കടന്നു വരുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ കഴിയുക. വിവിധ രംഗങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. തിരിച്ചടികൾ ഉണ്ടായ മേഖലകളിൽ തിരിച്ചുവരവിന് കേരളം ഒരുങ്ങണം. വിദ്യാഭ്യാസ മേഖലയിൽ നാം 1ാം സ്ഥാനത്തായിരുന്നു. ആരോഗ്യ മേഖലയിൽ കേരളം 1ാം സ്ഥാനത്തായിരുന്നു. സാമൂഹ്യ പുരോഗതിയിൽ നാം 1ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇന്ന് ഈ രംഗങ്ങളിലെല്ലാം നാം ബഹുദൂരം പിന്നോട്ട് പോകുന്ന നിർഭാഗ്യാവസ്ഥ കേരളത്തിലുണ്ടായി എന്നുള്ളതും വിസ്മരിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളർച്ചയുടെ പാതയിലൂടെ വന്ന കേരളത്തെ വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുവാൻ 2026 നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ വീണ്ടും ഒരേ മനസ്സോടെ പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ തളർച്ചയുടെയും പരാജയങ്ങളുടെയും പാതയിൽ നിന്ന് കേരളത്തെ വീണ്ടെടുക്കുവാൻ, വീണ്ടും കേരളത്തെ ഒരു പുതിയ യുഗപ്പിറവിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ സംസ്ഥാനത്ത് പുതിയതായി അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന പുതിയ മന്ത്രിസഭ കാര്യക്ഷമതയോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി ജനങ്ങളെ അറിയിക്കുവാനുള്ളത്. വീടില്ലാത്ത മുഴുവൻ പാവങ്ങൾക്കും വീട് കൊടുക്കുവാൻ, കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ, കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്
കേരളത്തിൽ തന്നെ തൊഴിൽ ലഭിക്കുവാൻ, കേരളത്തിൽ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സർക്കാർ സഹായത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ, കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ കർഷകരെ ചേർത്ത് പിടിക്കുവാൻ, കർഷക ആത്മഹത്യയും കർഷകന്റെ കണ്ണീരും നമ്മുടെ സംസ്ഥാനത്ത് അവസാനിപ്പിക്കുവാൻ, നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് സുരക്ഷിത ബോധത്തോടെ സേവനം ചെയ്യുവാൻ, എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഭരണ വ്യവസ്ഥിതി കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്നത്. കേരള ജനതയുടെ വികാരമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിഫലിച്ചത് എന്ന് സർക്കാർ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നയിക്കുന്ന ഗവൺമെൻറ് കേരളത്തിൽ കാര്യക്ഷമതയോടെ അഴിമതിരഹിതമായി നീതിബോധത്തോടെ പ്രവർത്തിക്കുക എന്ന സുപ്രധാനമായ ദൗത്യമാണ് സർക്കാരിന് നിർവഹിക്കാനുള്ളത്. ആ കടമ തികഞ്ഞ വിശ്വസ്തയോടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന പുതിയ മന്ത്രിസഭയും അതോട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ ഭരണകൂടങ്ങളും നമ്മുടെ കോട്ടയം ജില്ലയിലടക്കം ഇക്കാര്യങ്ങളിൽ കാര്യക്ഷമതയോടു കൂടിയുള്ള ഭരണവും ഉണ്ടാകും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാഗ്യവശാൽ കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ കേരള നിയമസഭയുടെ നാഥനായി കോട്ടയത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നിയമസഭാ സ്പീക്കറായി കേരള രാഷ്ട്രീയത്തിലെ സീനിയർ പൊളിറ്റീഷ്യൻ ബഹുമാനനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നതും കോട്ടയം പൗരാവലിക്കും കോട്ടയം ജില്ലയ്ക്കും അഭിമാനം പകരുന്ന വസ്തുതയാണ്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പാതയിൽ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള പ്രയത്നത്തിൽ ആത്മാർത്ഥമായുള്ള നീതിപൂർവമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുമ്പോൾ ഈ സ്വാതന്ത്ര്യദിനം അർത്ഥപൂർണമായി തീരുകയാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേരുന്നു. വളരെ മനോഹരമായി നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം കോട്ടയത്ത് സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് ചീഫ് അടക്കമുള്ള എല്ലാ ഒഫീഷ്യൽസിനെയും ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പരേഡ് മനോഹരമാക്കി മാറ്റുവാനും സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് ശ്രദ്ധേയമായ നിലയിൽ പരേഡിൽ പങ്കെടുക്കുവാനും നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ മുതൽ ഉയർന്ന പോലീസ് ഓഫീസേഴ്സ് വരെ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു എന്ന് പരേഡ് വിലയിരുത്തിയ വിശിഷ്ടാതിഥി എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.